ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഷോർട്ട് വീഡിയോ ആണ് ചെയ്തത്. ഒരു ഹോട്ട് മിൽക്ക് കേക്കിൻ്റെ വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിൽ ഞാൻ അതിൻ്റെ ഇൻഗ്രീഡിയൻസോ അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്ന ഒരു പ്രിപ്പറേഷൻ വീഡിയോസ് മാത്രം ഇങ്ങനെ ഷോർട്ടായിട്ട് കാണിക്കുന്നതല്ലാണ്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടില്ല. അതുപോലെ അതിൻ്റെ ഇൻഗ്രീഡിയൻസും ഒന്നും ഞാൻ മെൻഷൻ ചെയ്യുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ജസ്റ്റ് ഞാനൊരു മ്യൂസിക് ഇട്ടിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്ന് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. സംഭവം സെയിം വീഡിയോ ആണ്, അതൊന്ന് എഡിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഇൻട്രോ ഇപ്പോൾ എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പം വേണ്ടുന്നവർക്ക് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. എന്തായാലും ചെയ്തിട്ട് എൻ്റെ ഇൻസ്റ്റാ പേജ് എവിടെയെങ്കിലും കൊടുക്കാം. ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ, നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ ഞാൻ ഏതെങ്കിലും സൈഡിൽ എൻ്റെ ഇൻസ്റ്റാ പേജ് ഒന്ന് മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ എന്നെ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ, അതായത് എൻ്റെ ചാനൽ ഇതുവരെ കാണാണ്ട് ഇപ്പം വാച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇൻസ്റ്റയിലും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റയിലും യൂട്യൂബിലായിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ഫുൾ ഓഫ് സപ്പോർട്ട് ഉണ്ടാവും. ലാഗ് അടുപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രം വെച്ചിട്ട് നമുക്കൊരു മുട്ട, ഒറ്റൊരു മുട്ട മതി. ഞാൻ ഒരു മുട്ടയുടെ അളവിലുള്ള സംഭവങ്ങളാണ് ഇപ്പം പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു മുട്ട പൊട്ടിച്ചെടുത്തിട്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അത് ബീറ്റ് ചെയ്ത് കുറച്ചൊന്ന് പൊങ്ങി വരും. അതായത് മുട്ട ബീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു വൈറ്റ് കളറായിട്ട് കുറച്ചൊന്ന് പൊങ്ങി വരുമല്ലോ. ആ സമയത്ത് നമ്മൾ ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ് ഇടുന്നത് കേട്ടോ. അത് ഇങ്ങനെ ഓരോന്ന് സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇതിപ്പം നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഞാൻ ഒരു മുട്ടയായതുകൊണ്ട് തന്നെ ഈ എഗ് ബീറ്ററിൻ്റെ മെഷീനിൽ നമുക്ക് അടിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഒരു മുട്ടയിലുള്ള ആ പാത്രത്തോടെ അടുക്കി പറ്റിയിട്ടാണുള്ളത്. അപ്പോൾ അതൊന്ന് ചേരിച്ച് വെച്ചിട്ടൊക്കെ ഞാൻ ബീറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ പഞ്ചസാര ഇട്ടു, ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ടു. അതിന് ശേഷം വെനില എസൻസ് എടുത്ത് കൊടുക്കുക. അപ്പോൾ വെനില എസൻസ് ഒരു ടീസ്പൂണ് ആ ഒരളവിൽ മതി. ഞാൻ മൂടിയാണ് അതിൻ്റെ അളവായിട്ട് എടുക്കൽ, അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് പറഞ്ഞുതരാത്ത കേട്ടോ. അപ്പോൾ ഞാൻ മൂടിയിൽ വെച്ചിട്ട് അങ്ങനെ ഒഴിക്കലാണ്. പിന്നെ ഇതാ മൈദ വേണം. അത് 1 കപ്പ് മൈദ, 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 1.5 കപ്പ് മൈദ കുറച്ചായിട്ട് ഇട്ടിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. സ്പാച്ചില വെച്ചിട്ട് ജസ്റ്റ് ഫോൾഡ് ചെയ്തെടുക്കുക. കാരണം ഒരുപാട് അങ്ങ് ശക്തി പിടിച്ചിട്ടൊന്നും ഫോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അത് കാരണം നമ്മൾ ആ മുട്ട പൊങ്ങിയത് അമർന്നു പോകാൻ പാടില്ല. അത്രയും സ്ലോയിൽ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആ സമയത്ത് കുറച്ച് നിങ്ങളെ വീഡിയോ ഒന്ന് ലാഗാണ്ടാവും വിചാരിച്ച് കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. 1 കപ്പ് പാലിൽ ഒരു അര ടേബിൾ സ്പൂൺ ബട്ടർ എടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ട് പാലൊന്ന് തിളച്ച് വരണം. ആ തിളച്ച് വരുന്ന പാല് ആ ചൂടോടെ തന്നെ നമ്മൾ ഈ ഒരു മിക്സിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് മിക്സ് ആക്കി എടുക്കുക. ഒരുപാട് അങ്ങ് കുത്തി ഇളക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മളെ മുട്ട പൊങ്ങി വന്നതൊക്കെ അങ്ങ് ഇതായിപ്പോവും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഞാനിതാ മൊത്തത്തിലൊന്ന് ഫോൾഡ് ചെയ്തെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ബ്രെഡ് മോൾഡ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഓവനിലാണ് കുക്ക് ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ ഇതേ മോൾഡിൽ തന്നെ നമുക്ക് ഗ്യാസ് സ്റ്റോവിലും കൂടി കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത പാത്രത്തിലേക്ക്, ഒരു നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അതിലേക്ക് നമുക്കിത് ഇറക്കി വെച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ ഓവനിലാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 150 ഡിഗ്രിയിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മളെ കുക്ക് ചെയ്തെടുത്തതിന് ശേഷം നമ്മളെ ബ്രെഡ് ഇതാണ്, അതായത് ഹോട്ട് മിൽക്ക് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ടൂത്ത് പിക്കൊക്കെ എടുത്തിട്ടൊന്ന് കുക്ക് ആയിനൊന്ന് നോക്കുക. എന്നിട്ട് ആയിട്ടുണ്ടെങ്കിൽ എടുക്കുക. എന്നിട്ട് ഇതാ മേലയിലൊരു ഗാർണിഷിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര പൊടിച്ചത് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു രസത്തിന് കേട്ടോ. അതൊന്നും നിർബന്ധമില്ലാത്ത കാര്യമാണ്. നിങ്ങൾക്കിപ്പോൾ എങ്ങനെയും ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ പഞ്ചസാര പൊടിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടാണ് ഇത് ഗാർണിഷ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് മെൽറ്റഡ് ചോക്ലേറ്റൊക്കെ ഒഴിച്ചിട്ടൊക്കെ ഗാർണിഷ് ചെയ്യാം. അതാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. എൻ്റെ അടുത്ത് ഇപ്പോൾ ചോക്ലേറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പുതിയ നല്ല വീഡിയോസ് ആയിട്ട് വരാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.